ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം ഇനി നമുക്ക് നടയുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എത്ര വലിയ നടയാണെങ്കിൽ പോലും ഒറ്റ മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് അത് കറുപ്പ് കളറിലാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേയുടെ ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കിടക്കാച്ച ഒരു ഡൈയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേ രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഇതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പോലും മുടി നരച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർ കുട്ടികൾക്കാണെങ്കിലും നമുക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പം ഇതൊന്ന് കണ്ടു നോക്കൂ. എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും ഒരു മിനിറ്റിൽ നമുക്ക് കറുപ്പ് കളറിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മൾ വീട് തൂക്കാനും അതുപോലെ ചുക്കിലിയൊക്കെ അടിക്കാനും ഇതുപോലത്തെ ബ്രഷുള്ളത് നമ്മൾ മേടിച്ച് വീട്ടിൽ വെക്കാറുണ്ട്. ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ വീടൊക്കെ തൂക്കാൻ ചൂലല്ലേ മേടിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് 100 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ചുക്കിലിയൊക്കെ അടിക്കണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചുക്കിലി അടിക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്ക് ഭിത്തിയെല്ലാം നല്ലപോലെ തൂത്തിറക്കാൻ പറ്റും. എന്ത് പറഞ്ഞാലും ഒരു തണുപ്പൊക്കെ കൂടുമ്പോൾ ചുക്കിലി എല്ലാം മൂലയിലും ഭിത്തിയിലും എല്ലാം പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ഒരു സൈസ് പ്രാണികൾ പോലെ വന്നിരിക്കുകയും ചെയ്യും. അത് ഫുള്ള് ചുക്കിലിയായിട്ട് മാറുകയും ചെയ്യും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ചുക്കിലിക്കമ്പ് മേടിക്കേണ്ട കാര്യമില്ല. ഈ ചുക്കിലിക്കമ്പിന് പകരവും ചൂലിന് പകരമെല്ലാം ഈ ഒരൊറ്റ ബ്രഷ് മാത്രം മതി കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെ വീടുകളിൽ കാണും. ഇത് കണ്ടില്ലേ, നമുക്ക് ജസ്റ്റ് ഇത് ഇതുപോലൊന്ന് തൂത്ത് വിടുവാണെങ്കിൽ എവിടെ മുക്കിലും മൂലയിലും ഒക്കെ ഉള്ള ചെലന്തി വലയും അതുപോലെ തന്നെ ചെലന്തി ഉണ്ടെങ്കിൽ അതും പാറ്റാപ്പല്ലി ഇതൊക്കെ ഉണ്ടെങ്കിൽ മൂലയിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതും കൊണ്ടൊന്ന് ജസ്റ്റ് തൂക്കുമ്പോൾ അതെല്ലാം ഇറങ്ങി പോകുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കതകിലിൻ്റെ സൈഡിലെ ജനലിൻ്റെ പടിയിൽ ജനലിൻ്റെ സൈഡുകളിലെല്ലാം കതകിൻ്റെ ഒക്കെ വിടവ് ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഈ ചുക്കിലി കൂട് കെട്ടിയിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതുമൊക്കെ തൂക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ചുക്കിലിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുള്ളവർ ഒന്ന് കമൻറ്റോട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് ഇല്ലാത്തവർ ഇതൊന്ന് മേടിച്ച് നോക്കുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഞാനിവിടെ പുട്ടിന് പൊടി പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊടിക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഈ പുട്ടിന് മാവ് കുഴയ്ക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ മാവ് വാട്ടി കുഴയ്ക്കുക. അതുമല്ല, പുട്ടിന് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ കുഴയ്ക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇവിടെ ചേർത്തിട്ട് കുഴയ്ക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ പുട്ടിന്. അത് മാത്രം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം, ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ പരത്തിയെടുക്കണം. അടിപൊളി മസാല ദോശയ്ക്ക് മാവ് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ മസാല തയ്യാറാക്കും അതിലേക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുവാണെങ്കിൽ നമ്മുടെ ആ മസാലയ്ക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പല്ല കേട്ടോ, ഞാൻ ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഇത് ഡിഷ് വാഷ് ഡിസ്പെൻസറാണ്. ഇപ്പോൾ എല്ലാവരുടെ വീടുകളിൽ കാണുമായിരിക്കും കേട്ടോ. ഇത് ഡബിൾ ലെയറാണ്. സോപ്പ് നമുക്ക് ലിക്വിഡ് ഇതിലൊഴിക്കാവുന്നതാണ്. ഡബിൾ ലെയറാണ്. അതുപോലെ തന്നെ സ്പോഞ്ചുണ്ട്. പിന്നെ ഇത് പമ്പ് ചെയ്യുന്ന സൈസാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും. പക്ഷേ ഇതിന് പ്രസ് ചെയ്യുന്ന ഒരു സൈസ് നമുക്ക് മേടിക്കാൻ കേട്ടോ. പക്ഷെ അത് പെട്ടെന്ന് പ്രസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്പ്രിങ് പെട്ടെന്ന് പോകുമ്പോൾ നമുക്കത് യൂസ് ആകത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല യൂസായിട്ട് ഇതാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ട ഇതിലേക്ക് ഡിഷ് വാഷ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതുപോലെ ഒന്ന് അത് അടച്ചും വെക്കാം. പിന്നെ ഇതിലേക്ക് കണ്ട ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിഷ് വാഷ് അതിലേക്ക് വീഴുന്നതാണ്. പാത്രമൊക്കെ കഴുകാൻ വളരെ നല്ലതുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് മേടിച്ചോളും. വീട്ടമ്മമാർക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ സോപ്പൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വിമ്മോ അങ്ങനെയുള്ള സോപ്പൊക്കെ ഡിഷ് വാഷൊക്കെ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് സോപ്പൊക്കെ അരിഞ്ഞു പോകില്ലേ, ഒരു പാത്രത്തിലൊക്കെ നമ്മളിട്ട് വെക്കുമ്പോൾ അത് അടിഞ്ഞു പോകും. ഇതാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് ഈ ഒരു ഇതുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഈ ലിക്വിഡ് കിട്ടുകയും ചെയ്യും. പാത്രമൊക്കെ നല്ലപോലെ കഴുകിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ മേടിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണിത്.
എത്ര മുടി നരച്ച മുടിയാണെങ്കിൽ പോലും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ, അതായത് 1 മിനിറ്റിനുള്ളിൽ നമുക്കിത് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന സൂപ്പറാണ്. അധികം ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനിട്ട് പ്രായത്തിൻ്റെ പറയുവാണെങ്കിൽ ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് മുതൽ മുതിർന്നവർക്ക് വരെ കൊച്ചിലെ തന്നെ മുടി നരച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോഴേ കൊച്ചു പിള്ളേർക്ക് മുതൽ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല തുരുമ്പ് പിടിച്ച ചട്ടിയാണ് വേണ്ടത്. നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ് വേണ്ടത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ അപ്പോൾ തുരുമ്പില്ലാത്ത ചട്ടിയാണ് എടുത്തത്. ഇരുമ്പ് ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ തുരുമ്പില്ല. നമുക്കിത് തുരുമ്പാക്കി എടുക്കുന്നതും കൂടെ കാണിച്ചു തരാമേ. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മുടി ഒരുപാട് നരയില്ലാത്തത് കാരണം ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒരു നരയുണ്ട്. അത് ഫുള്ള് പോകാൻ നമ്മൾ ഇപ്പോഴേ അത് യൂസ് ചെയ്യുവാണെങ്കിൽ ആ നരച്ച് വന്ന മുടി പോലും നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോഫി പൗഡർ നമ്മുടെ മുടിയെ നല്ലപോലെ കറുക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും മുടിക്ക് നല്ല കളർ വരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി ആർത്ത് കേൾക്കാൻ സഹായിക്കുന്നതാണ്. മുടി പൊടിച്ചിൽ മാറും, താരം മാറും, ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് നെല്ലിക്കാപ്പൊടിയും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നെല്ലിക്കാപ്പൊടി എനിക്ക് ഇല്ലെങ്കിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ട് നരച്ച് ആ വെള്ളം ആ ജ്യൂസ് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ചൂടുവെള്ളം, തേയിലവെള്ളം ഒന്നും വേണ്ട കേട്ടോ. ഈ ചെറിയ ചൂടുവെള്ളം, ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കല്ലേ, ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു കാ ടീസ്പൂണോളം, ഒരുപാട് നമുക്ക് ഒത്തിരി നരച്ച മുടിയുള്ളവർ ഇതിലെല്ലാം കൂട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അരമുറി നാരങ്ങ എടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ 2-3 തുള്ളി അനുസരിച്ചുള്ള ഇത് എടുത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ അനുസരിച്ചുള്ള നാരങ്ങ നീരേ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മുട്ട വേണേൽ യൂസ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ എടുക്കരുത്, വെള്ള എടുത്ത് അത് ഇതിലേക്ക് ഒന്നൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തലയിൽ പറ്റുവാണെങ്കിൽ മുടി നല്ലപോലെ വളരാൻ സഹായിക്കുന്നതാണ്. താരം പോകാൻ സഹായിക്കുന്നതാണ്. ആർത്ത് കാട് പോലെ മുടി കിളുക്കും കേട്ടോ. അതുപോലെ തന്നെ നരയെല്ലാം മാറി നല്ല കറുകറുത്ത മുടി നമുക്ക് കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽബട്ടൺ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മുട്ട ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന നാടൻ മുട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ വെള്ള എടുക്കുന്ന നല്ലതാണ്. പക്ഷെ ഞാൻ എടുക്കുന്നില്ല. എനിക്കിത് തന്നെയാണ് നല്ലത് ആയിട്ട് തോന്നിയത്. ചിലർ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് മുടി നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് മുട്ട സഹായിക്കും. അതുകൊണ്ടാണ് കൂടുതലും മുട്ട ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ തന്നെ ഇത് ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കണം. അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റോളം വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നല്ല തുരുമ്പുള്ള എന്ത് സാധനമാണ് വീട്ടിലുള്ളത് അതെടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കത്തിയേ ഉള്ളായിരുന്നു, നല്ല തുരുമ്പായിരുന്നത്. അപ്പോൾ ഞാൻ അത് കുറച്ചെന്നെടുത്ത് ഈ കത്തിയിലേക്ക് തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ ഈ ഒരു കളറായിരിക്കില്ല നമ്മുടെ ഡൈക്ക്, ഈ ഒരു കളറല്ലേ. ഇതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ നല്ല കറുത്ത ഡൈ ആയിട്ട് നമുക്കത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസാകാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. അതിനുശേഷം ഇതേ രീതിയിലൊന്ന് തേച്ച് വെക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്താണോ തുരുമ്പായിട്ടുള്ളത് അതെടുത്താൽ മതി കേട്ടോ. ഈ നല്ല തുരുമ്പുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാനിന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇത് എന്നിട്ട് ഒരു രാത്രി ഫുള്ള് നിങ്ങൾ വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഇതെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇനി എൻ്റെ കയ്യിൽ ഞാക്കി ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ഡൈയുടെ കളർ കണ്ടോ, നമ്മുടെ തുരുമ്പുള്ള ആ കത്തി തേച്ച ഡൈയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കറുപ്പ് നമ്മുടെ വൈറ്റ് ഹെയറിൽ പിടിച്ചാൽ നല്ല ഡാർക്ക് കളറിലേക്ക് നമുക്ക് മുടി തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഡൈ ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് കളർ കിട്ടുമെങ്കിലും അത് ബാക്കി കറുത്ത മുടിയെ പോലും വെളുത്ത മുടിയിൽ ആക്കി മാറ്റും. അന്നപ്പോഴത്തേക്കും നമുക്ക് കറുത്ത മുടി എന്നും കറുത്തിരിക്കാൻ വേണ്ടിയിട്ട്, വെളുത്ത് പോകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാനും നാച്ചുറലായിട്ടുള്ള വീടുകളിൽ തന്നെ ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. വെളിയിൽ നിന്ന് വെറുതെ ഡൈ മേടിച്ച് നമുക്ക് ചിലർക്ക് അലർജി കാര്യങ്ങൾ, ചൊറിച്ചിൽ, തലയൊക്കെ ചൊറിഞ്ഞ് പൊട്ടും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് പിടിക്കത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ, അലർജി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഈ നാച്ചുറലായിട്ടുള്ള വീട്ടിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം.
നോക്കാവുന്നതേ ഉള്ളൂ. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഡൈയുടെ പോലെ പെട്ടെന്ന് ഫുള്ള് കറുത്ത് കിട്ടില്ല. ഇതിന് ഒരു സമയമുണ്ട്. ഇപ്പോൾ ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി പുരട്ടുക. അങ്ങനെ ആഴ്ചയിൽ 3 പ്രാവശ്യം ഒന്ന് പുരട്ടുക. അപ്പോൾ നല്ല രീതിയിൽ വൈറ്റ് ഹെയർ എല്ലാം നല്ല ഡാർക്ക് ഹെയറിലേക്ക് വരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ഒരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഡൈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല അടിപൊളിയായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വേണ്ടത്. പിന്നെ ഹെന്ന ഇട്ടവരാണെങ്കിൽ പിന്നെ ഹെന്ന ഇടാതെ തന്നെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ മുടിയിൽ അത് പിടിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.